ഈ ഒരു ന്യൂസ് എത്രത്തോളം സത്യസന്ധമാണെന്ന് നമുക്കറിയില്ല കേട്ടാ. ഇത് വായിച്ചു നോക്കി നിങ്ങള്. മകന്റെ സുഹൃത്ത് പീഡിപ്പിച്ചു, ദൃശ്യങ്ങൾ ഭർത്താവിന് അയക്കുമെന്ന് ഭീഷണി, യുവാവിനെതിരെ 35-കാരിയുടെ പരാതി, ലോഡ്ജിൽ മുറിയെടുത്ത് പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഈ ലോഡ്ജിലേക്ക് വിളിക്കുന്ന സമയത്ത് ഈ ഒരു ചേച്ചി എന്തിനാണ് പോയത്? ഈ ഒരു യുവതി എന്തിനാണ് പോയത്? ചിന്തിക്കുന്നെങ്കിൽ കുറേ ചിന്തിക്കണം. വെറുതെ ഒരു ന്യൂസ് മാത്രം നമ്മൾ വായിച്ചാൽ പോരാ. എന്തിനാണ് ആ ഒരു യുവതി റൂമിലേക്ക് പോയത് വിളിക്കുന്ന സമയത്ത്? പിന്നൊരു കാര്യം, മകനോട് പറഞ്ഞാൽ പോരെ? അല്ല തൻ്റെ ഹസ്ബൻഡിനോട് പറയും, ഇങ്ങനെ മകന്റെ സുഹൃത്ത് എന്നിങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വിളിക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ പോരെ? ഇതൊന്നും പറയാതെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വന്നിട്ട് ഇതുപോലെ ന്യൂസിൽ വരാൻ വേണ്ടിയിട്ട് എന്തിനാന്ന് ഇടയാക്കുന്നത്? കുറ്റപ്പെടുത്തുന്നതല്ല, ഓരോ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് എവിടെയൊക്കെയോ വള്ളി പുള്ളി തെറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സത്യസന്ധമായിട്ട് ഓരോ ന്യൂസും നമ്മൾ വായിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഒരു സാധാരണക്കാരൻ ഇത് വായിക്കുന്ന സമയത്ത് അത്യാവശ്യം നോളജ്, വിവരം, ലോക വിവരമില്ല ഒരാൾക്ക് ഇത് വായിക്കുന്ന സമയത്ത് മനസ്സിലാവും എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന്. അമ്മാതിരി പൊട്ടത്തരാണ് ഈ ന്യൂസുകാർ കൊടുക്കുന്നത്. പല പോസ്റ്ററുകളും ന്യൂസിലും കൊടുക്കുന്നത് അമ്മാതിരി പൊട്ടത്തരാണ്. പറയാൻ വേണ്ടിട്ട് എന്തൊക്കെയോ ഉണ്ട്. ഇത് കേരളത്തിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അതൊന്നും പറയൂല. ഇമാതിരി പീഡന കേസും മറ്റേ വഴിയിൽ കുറച്ച് ഇതിനെ കണ്ട്, കല്ലിനെ കണ്ട്, നായിനെ കണ്ട് അതിനെ കല്ലെറിഞ്ഞു, ഇതുപോലെ പൊട്ടത്തരം ന്യൂസ് കൊടുക്കാൻ ഈ ന്യൂസുകാർക്ക് പറ്റുന്നില്ല. നല്ല രാവിലെ പത്രം വായിക്കുന്ന സമയത്ത് മൊത്തത്തിൽ ഇങ്ങനത്തെ ന്യൂസ്. നമുക്കൊന്ന് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വായിക്കുന്നത്, ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ ഫസ്റ്റ് തന്നെ പേജ് വായിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ന്യൂസാന്ന് കേൾക്കണം. ഇതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല ശരിക്കും. നമ്മൾ രാവിലെ പത്രം വായിക്കുന്ന സമയത്ത് നല്ല നല്ല മോട്ടിവേഷൻ സ്പീച്ചെല്ലാം കേൾക്കാം, അല്ല എഴുതാം, അതെല്ലാം വായിച്ച് നമുക്ക് തുടരണം. പിന്നെ ലാസ്റ്റ് നിങ്ങൾ ഇങ്ങനത്തെ കേസെല്ലാം കൊടുത്തോ, കുഴപ്പമില്ല. ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ എല്ലാം ഇതിന് യോജിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ.